എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ഹൈ പെർഫോമിംഗ് ടീമിനെ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് അസറ്റാണ് അവിടെയുള്ള ആളുകൾ, പീപ്പിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഏറ്റവും നന്നായി ഡീല് ചെയ്യുക, ഏറ്റവും നന്നായി അവരിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുക എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ സക്സസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും വിചാരിക്കുന്നൊരു കാര്യം എങ്ങനെയെങ്കിലുമൊക്കെ ആളുകൾ പ്രവർത്തിച്ചോളും എന്ന ധാരണയുണ്ടെങ്കിൽ അത് മാറേണ്ടതുണ്ട്. കാരണം നമ്മുടെ സ്ഥാപനത്തിൽ ആളുകൾ എത്ര ദൈർഘ്യം കാലം പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ അവരുടെ കാര്യങ്ങളിൽ ആശയങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പോൾ അത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതുണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് എന്താണ്, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും അവരുടെ മേളിലൊരു കൺട്രോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ്, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും അവരേക്കാൾ മികച്ചത് നമ്മളാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ നടത്തിയാൽ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പരാജയങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമുക്ക് ആ 8 കാര്യങ്ങളൊന്ന് നോക്കാം. ഈ 8 കാര്യങ്ങൾ ശരിക്കും നല്ലൊരു ഹൈ പെർഫോമിംഗ് ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെ സഹായകരമായിരിക്കും. ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര കാലഘട്ടം, എത്ര ടൈം നമ്മുടെ കമ്പനിയിൽ എംപ്ലോയീസ് പ്രൊലോങ് ചെയ്യുന്നു, എത്ര കാലം കൂടുതൽ വർക്ക് ചെയ്യുന്നു, അത്രയും നമ്മുടെ സ്ഥാപനത്തിന് ഗുണകരമായിരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റോടു കൂടിയായിരിക്കണം ഈ കാര്യങ്ങളെ കാണേണ്ടത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ടൂൾ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇതിനുവേണ്ടി ചെയ്യേണ്ട ടൂൾസായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് വൺ ഈസ് ഇൻവെസ്റ്റ് ഇൻ ദർ സ്കിൽസ്. നമ്മുടെ ടീമിലുള്ള ആളുകളുടെ സ്കിൽ ഡെവലപ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അവരെ ട്രെയിൻ ചെയ്യാനും അവർക്ക് ചിലപ്പോൾ ചില കോഴ്സുകൾ പർച്ചേസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ്ങുകൾക്ക് വിടുക. അവരുടെ അപ്സ്കില്ലിംഗ് എന്ന് പറയുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതിൻ്റെ ഒരു ഔട്ട്പുട്ടും നമ്മുടെ ഓർഗനൈസേഷന് കിട്ടും. 2, ഡെവലപ്പ് ദർ മൈൻഡ് സെറ്റ്. കാരണം എല്ലാ കാര്യവും മൈൻഡ് സെറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ സ്ഥാപനം വളരും, ആ വളർച്ചയുടെ ഭാഗമാവാൻ എനിക്കും സാധിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ടീമിൽ ഓരോരുത്തർക്കും ഉണ്ടാക്കി കൊടുക്കുക. ട്രീറ്റ് ദം വിത്ത് റെസ്പെക്റ്റ്. നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുക, നേടുക എന്നുള്ളതാണ്. ചെറിയ റോളുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാവട്ടെ, അവർക്ക് അനുയോജ്യമായ ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെ പെരുമാറുക. 4ാമത്തെ കാര്യം, ബിൽഡ് ദം സോ ദേ പെർഫോം ബെറ്റർ. അവരെ ബിൽഡ് ചെയ്യുക. നേരത്തെ നമ്മൾ പറഞ്ഞ അവരുടെ സ്കില്ലിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതോടൊപ്പം ഓവറോൾ അവരുടെ ഗ്രൂമിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം അവരെ നന്നായി ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നന്നായി പെർഫോം ചെയ്യുകയും സ്ഥാപനത്തിന് ഗുണകരമാവുകയും ചെയ്യും. 5ാമത്തെ കാര്യം, അസൈൻ ദം വർക്ക് ദാറ്റ് മാറ്റേഴ്സ് ടു ദം. അതായത് കുറച്ചൊക്കെ ചലഞ്ചിങ് ആയിട്ടുള്ള വർക്കുകളൊക്കെ കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു സന്തോഷം അവരിലും ഉണ്ടാവണം. എന്നും ഒരേ ടൈപ്പ് ഓഫ് വർക്ക് മാത്രം ചെയ്യാന്നുള്ളതല്ല, കുറച്ചും കൂടെ ഇന്നോവേറ്റീവായ ക്രിയേറ്റീവായ വർക്കൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ടീമിന് കൊടുക്കുക. 6ാമത്തെ കാര്യം, എംപവർ ദം ആൻഡ് അവോയ്ഡ് മൈക്രോ മാനേജ്മെൻറ്റ്. ശാക്തീകരിക്കുക, ടീമിലുള്ളവരെ ശക്തിപ്പെടുത്തുക. ഓരോ കൊച്ചു കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയാമെന്നുള്ളതല്ല, അതിനുള്ളൊരു ഫ്രീഡം കൊടുക്കുക. നമുക്ക് വേണ്ട ഔട്ട്പുട്ട് എന്താണ് അതിനെപ്പറ്റി ബോധവൽക്കരിക്കുക. 7ാമത്തെ കാര്യം, മേക്ക് ദം ഫീൽ വാല്യൂഡ്, റെസ്പെക്റ്റഡ് ആൻഡ് ഹാപ്പി ടു ബി ദർ. അതായത് നമ്മൾ അവർക്ക് വേണ്ട ഒരു വാല്യൂ കൊടുക്കുക, അവർക്ക് വേണ്ട ബഹുമാനം കൊടുക്കുക, അവരുമായിട്ട് സന്തോഷം പങ്കുവയ്ക്കുക. അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകുമ്പോൾ അത് അവരുമായിട്ടിരുന്ന് ആഘോഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫൈനലി, ഗീവ് സം അറ്റൻഷൻ ആൻഡ് എനർജി ടു ദർ കരിയർ ഡെവലപ്മെൻറ്റ്. അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിൽ അല്പം ശ്രദ്ധയും എനർജിയും ഒക്കെ നമ്മളൊന്ന് കൊടുക്കുക. അവരുടെ ഉയർച്ചയാണ് നമ്മളുടെയും ഉയർച്ച എന്നുള്ളൊരു ഫീല് ടീമിൽ ഉണ്ടാക്കിയെടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിന്ന് പറഞ്ഞ 8 കാര്യങ്ങളും ശരിക്കും ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ഒരു ഹൈ പെർഫോമൻസ് ടീമിനെ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ള അവസ്ഥയ്ക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എത്ര കാലം നമ്മുടെ കൂടെ ആളുകൾ കൂടുതലായി പ്രവർത്തിക്കുന്നു അത്രത്തോളം നമുക്ക് ഗുണകരമാവുന്ന അവസ്ഥ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ ഏതൊരു ഓർഗനൈസേഷനും അത് സക്സസ്സിലേക്കുള്ള ഏറ്റവും വലിയ ചവിട്ടുപടിയായിരിക്കും. താങ്ക് യു.